ഇല്ല ഗൈസ്, അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വന്നാലോ? ഇന്ന് കർക്കിടകമാണ്. എനിക്ക് രാവിലെ പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇവിടെ അടുത്തുള്ള ഗണപതി കോവിലിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. നമ്മുടെ രാമായണ മാസത്തിന് തുടക്കമല്ലേ. അങ്ങനെ ഗൈസ് ഞങ്ങൾ അമ്പലത്തിലെത്തി. അമ്പലത്തിലെത്തിയപ്പോൾ എനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരാളെ പെട്ടെന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്തു ഗൈസ്. പെട്ടെന്നായിരുന്നു. വല്ലപ്പോഴും മാത്രം അബദ്ധം സംഭവിക്കും. ഇതെന്താ മരം? വോയിസ് ഓവർ എന്റെ ഐറിൻ ചെയ്യും അങ്ങോട്ട് പറയൂ. എന്താണ് ഐറിൻ പറയേണ്ടത്? അതെ, ഐറിൻ വഴിയെ പോയ സൂര്യമോളെ നമുക്ക് ഇങ്ങനെ ചകിരി വിളിച്ച് അമ്പലത്തിൽ കൊണ്ടുവരാം. ഉടനത്തെ നാളികേരം ഇങ്ങനെ ഉടയ്ക്കാം. അതെ അതെ ഗൈസ്, ഇത്രയും നാളായിട്ട് എന്റെ നാളികേരം ഉടഞ്ഞിട്ടില്ല, പക്ഷെ ഇന്ന് ഉടഞ്ഞു. അതാണ് അവൾ എന്നോട് പറഞ്ഞത്. ഐശ്വര്യം ഐശ്വര്യം അതന്നെ. എന്റെ നമിക്കോട്ടെ വാ ഇങ്ങോട്ട്. ഹലോ. അതെ, പാവം നമി. ഇന്ന് കർക്കിടകം ഒന്നായിട്ട് അമ്പലത്തിൽ പോകണമെന്ന് ആഗ്രഹിച്ചു. അമ്പലത്തിൽ പോകാൻ നമിക്കട്ടെ. ഞാൻ പേടിച്ചു ഗൈസ് ലേറ്റ് ആയപ്പോൾ ബ്ലോക്ക് കാരണം. പക്ഷേ എൻ്റെ വിഘ്നേശ്വരൻ വിഘ്നങ്ങളിലൊക്കെ മാറ്റി തന്നു എനിക്ക്. ഓക്കെ ഗൈസ്, അപ്പം ഇന്നത്തെ ഇതേ ഉള്ളൂ. ദോശ കഴിക്കാൻ പോവാണ് അമ്പിസ്വാമിയുടെ. തിന്നുമ്പോഴെങ്കിലും സമാധാനം തരില്ലെന്നാണ് ഇവൾ എന്നോട് പറയുന്നത്. അമ്പലത്തിൽ പോയാൽ നമ്മൾക്ക് ദോശ കഴിക്കണം എന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് ഞാൻ മസാല ദോശ അതെ എന്ന് സൂര്യ പറഞ്ഞു, സൂര്യ രവീന്ദ്രൻ. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ, ഞാനല്ലേ പറഞ്ഞത്. ഇനി പേര് നമ്മുടെ ട്രോള് വരും. അടുത്ത ആരാ പറഞ്ഞെന്ന് വെച്ചാൽ ഞാൻ. ഓരോരോ കാരണങ്ങൾ. അങ്ങനെ അമ്പലത്തിൽ പോയി ദോശയൊക്കെ കഴിച്ച് നേരെ പോവാണ്. എന്താ ഐറിൻ കുട്ടി? ഊബർ കിട്ടാൻ നോക്കട്ടെ. ഓക്കെ ബൈ ബൈ. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേന് എന്റെ കയ്യിലൊരു സമ്മാനമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. കാണുന്നുണ്ടോന്നറിയില്ല, ലിഫ്റ്റിലാണ്. എന്നെ പോട്ടിക്കാൻ വെക്കാറുണ്ടോ? ഇത്രയും വലിയ സമ്മാനമാണ് ഞാൻ അറിഞ്ഞില്ല ഗൈസ്. ഗൈസ് ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടെന്നല്ല, ഞാൻ വന്നപ്പോൾ എനിക്കൊരു സർപ്രൈസ് ആയിട്ട് ഞാൻ പറഞ്ഞു. അപ്പൊ ഗൈസ് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ബൈ. നെക്സ്റ്റ് വെച്ച് കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ.